നമുക്ക് നോക്കാനുള്ളത് ഡിസ്ചാർജ് ത്രൂ ഫുള്ളി സബ്മേർജ്ഡ് ഒറിഫൈസ് ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു ഒറിഫൈസ് എന്ന് പറയുന്നത് ഫുള്ളി സബ്മേർജ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഫുള്ളി സബ്മേർജ്ഡ് ഒറിഫൈസ് ഈസ് വൺ വിച്ച് ഹാസ് ഇറ്റ്സ് വോൾ ഓഫ് ദി outlet side submerged under liquid so that if discharges a jet of liquid to the liquid of same kind. ഇവിടെ നിന്നും ഡിസ്ചാർജ് ചെയ്യുന്ന ലിക്വിഡ് തന്നെയായിരിക്കും എവിടെ കളക്ട് ചെയ്തിട്ടുണ്ടാവുക, ഈ ഒരു ടാങ്കിൽ കളക്ട് ചെയ്തിട്ടുണ്ടാവുക. ഫുള്ളി സബ്മേർജ്ഡ് ഒറിഫൈസിനെ പറയുന്നതാണ് ടോട്ടലി ഡ്രൗൺഡ് ഒറിഫൈസ് എന്ന്. ഓക്കെ, ഇനി നമ്മൾ 2 പോയിൻറ്റ്സ് കൺസിഡർ ചെയ്യണം. പോയിൻറ്റ് 1 and 2 കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പോയിൻറ്റ് 1 എന്ന് പറയുന്നത് ഒറിഫൈസിൻ്റെ അപ്സ്ട്രീം എൻഡിലും പോയിൻറ്റ് 2 എന്ന് പറയുന്നത് ഡൗൺ സ്ട്രീം എൻഡ് പിന്നെ കോൺട്രാക്റ്റിലുമാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. കൺസിഡർ 2 points 1 and 2. Point 1 being in the reservoir on the upstream side of the orifice and point 2 being at the vena contracta. Then H1 ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. H1 എന്ന് പറയുന്നത് ഒറിഫൈസിൻ്റെ ടോപ്പിൽ നിന്നും ഫ്രീ സർഫസ് വരെയുള്ള ഹൈറ്റാണ് H1. H2 എന്ന് പറയുന്നത് ഒറിഫൈസിൻ്റെ ബോട്ടം ടു അപ്സ്ട്രീം ഫ്രീ വാട്ടർ സർഫസ് വരെയുള്ള ഹൈറ്റാണ് H2. ആൻഡ് H എന്ന് പറയുന്നത് 2 ടാങ്കിലെയും വാട്ടർ ലെവലിൻ്റെ ഡിഫറൻസ് ആണ് H എന്ന് പറയുന്നത്. ഓക്കെ, H1 is the height of water above the top of the orifice on the upstream side. And H2 height of the water above the bottom of the orifice on the upstream side. And H is the difference in water level. P width of orifice. CD is equal to coefficient of discharge. ഓക്കെ, നേരത്തെ വരച്ചിരിക്കുന്ന ഫിഗറാണ് ഒന്നുകൂടി വരച്ചിരിക്കുകയാണ്. H2 എന്ന് പറയുന്നത് എന്താണ്, ഫ്രീ വാട്ടർ സർഫസിൽ നിന്നും ഒറിഫൈസിൻ്റെ ബോട്ടം വരെയുള്ള ഹൈറ്റാണ് H2. H1 എന്ന് പറയുന്നത് ഫ്രീ വാട്ടർ സർഫസിൽ നിന്നും ഒറിഫൈസിൻ്റെ ടോപ്പ് വരെയുള്ള ഹൈറ്റാണ് H1. H എന്ന് പറയുന്നത് ഈ 2 വാട്ടർ ലെവൽ തമ്മിലുള്ള ഡിഫറൻസാണ് H എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഹൈറ്റ് ഓഫ് വാട്ടർ എബവ് ദി സെൻറ്റർ ഓഫ് ഒറിഫൈസ് ഓൺ ദി അപ്സ്ട്രീം സൈഡ്. ഈ ഒറിഫൈസിൻ്റെ സെൻറ്റർ മുതൽ ഫ്രീ വാട്ടർ സർഫസ് വരെയുള്ള ഹൈറ്റ് ഓഫ് വാട്ടർ നമുക്ക് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, H1 പ്ലസ് നമുക്ക് ഈ ഒരു ഈ ഡെപ്ത്ത് എങ്ങനെ കണ്ടുപിടിക്കുക, ഡെപ്ത്ത് ഒറിഫൈസിൻ്റെ ഡെപ്ത്ത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. D is equal to H2 മൈനസ് H1 ചെയ്താൽ ഡെപ്ത്ത് കിട്ടുന്നു. അപ്പം ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് D/2 ആണ്. അപ്പോൾ ഇക്വേഷൻ എങ്ങനെയാവും, H2 മൈനസ് H1/2 പ്ലസ് H1 ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും, ഹൈറ്റ് ഓഫ് ദി വാട്ടർ എബോവ് ദി സെൻറ്റർ ഓഫ് ഒറിഫൈസ് ഓൺ അപ്സ്ട്രീം സൈഡ്, ദാറ്റ് ഈസ് H1 പ്ലസ് H2 മൈനസ് H1/2 വിച്ച് ഈസ് ഈക്വൽ ടു H1 പ്ലസ് H2/2. ഇനി ഹൈറ്റ് ഓഫ് വാട്ടർ എബോവ് ദി സെൻറ്റർ ഓഫ് ഒറിഫൈസ് ഓൺ ദി ഡൗൺ സ്ട്രീം സൈഡിൽ ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് ഈ ഡെപ്ത്ത് കിട്ടാൻ എന്ത് ചെയ്താൽ മതി, H1 പ്ലസ് H2/2 മൈനസ് H ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഹൈറ്റ് ഓഫ് വാട്ടർ എബോവ് ദി സെൻറ്റർ ഓഫ് ഒറിഫൈസ് ഓൺ ദി ഡൗൺ സ്ട്രീം സൈഡ്. ഇവിടെ നിന്നും ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് കിട്ടണമെങ്കിൽ H1 പ്ലസ് H2/2 മൈനസ് H ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ H1 പ്ലസ് H2 എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഡിഫറൻസ് കിട്ടി. ഇതുവരെയാണ് H1 പ്ലസ് H2/2 എന്ന് പറയുന്നത്. അതിൽ നിന്നും H മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഹൈറ്റ് കിട്ടും. അതാണ് ഹൈറ്റ് ഓഫ് വാട്ടർ എബോവ് ദി സെൻറ്റർ ഓഫ് ഒറിഫൈസ് ഓൺ ദി ഡൗൺ സ്ട്രീം സൈഡ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യണം അറ്റ് പോയിൻറ്റ് 1 and 2. പോയിൻറ്റ് 1 and 2 നമ്മൾ ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാണ്. എന്താണ് ബെർണോളിസ് ഇക്വേഷൻ, P1/ρg plus V1² / 2g plus Z1 is equal to P2/ρg plus V2² / 2g plus Z2. ഇവിടെ പോയിൻറ്റ് 1 and 2 എന്ന് പറയുന്നത് സെയിം ലെവലിലായത് കാരണം Z1 is equal to Z2. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് P1/ρg plus V1² / 2g is equal to P2/ρg plus V2² / 2g. ഇക്വേഷൻ 1 നമ്മുടെ P1/ρg പ്രഷർ ഹെഡ് എന്ന് പറയുന്നത് പോയിൻറ്റ് 1 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. H1 പ്ലസ് H2/2 ആണ്. അതവിടെ കൊടുത്തു. ആൻഡ് P2/ρg പോയിൻറ്റ് 2
പ്രഷർ ഹെഡ് എന്ന് പറയുന്നത് എന്താണ്? H1 + H2/2 - H ആണ്. പിന്നെ നമ്മുടെ V1 വെലോസിറ്റി അറ്റ് 0.1 എന്ന് പറയുന്നത് വെലോസിറ്റി അറ്റ് 2ന് 0.2ലെ വെലോസിറ്റിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വെരി സ്മോൾ വെലോസിറ്റിയാണ്. സോ നമ്മൾ V1 എന്ന് പറയുന്ന വാല്യൂ നെഗ്ലക്റ്റ് ചെയ്തു. ഇനി ഈ ഓരോ P1/ρgൻ്റെ ടേമും വാല്യൂ അതുപോലെ P2/ρg ടേം വാല്യൂ V1 = 0 എന്നുള്ളത് ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് H1 + H2/2 = H1 + H2/2 - H + V2²/2g ആവും. ഇത് രണ്ടും ക്യാൻസൽ ആയി പോവും. നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് V2²/2g = H. ദറ്റ് ഈസ് V2 = √2gh എന്നുള്ള ഇക്വേഷൻ കിട്ടി. നമുക്ക് ആരെയാണ് വേണ്ടത്? ഡിസ്ചാർജാണ്. അപ്പോൾ ഡിസ്ചാർജിന് വെലോസിറ്റി കിട്ടി. Q = ഏരിയ ഇൻറ്റു വെലോസിറ്റിയാണ്. ഇനി ഏരിയ ഓഫ് ദി ഒറിഫൈസ് എന്ന് പറയുന്നത് B ഇൻറ്റു ഡെപ്ത് ഓഫ് ഒറിഫൈസ്. ഡെപ്ത് ഓഫ് ഒറിഫൈസ് കാണാൻ ഹൈറ്റ് H2 - H1 ചെയ്താൽ മതി. ദറ്റ് ഈസ് ഏരിയ ഓഫ് ഒറിഫൈസ് = B ഇൻറ്റു H2 - H1. Therefore discharge through the orifice Q = CD ഇൻറ്റു ഏരിയ ഇൻറ്റു വെലോസിറ്റി. അപ്പോൾ ഇക്വേഷൻ എങ്ങനെയാവും? Q = CD ഇൻറ്റു B ഇൻറ്റു H2 - H1 ഇൻറ്റു √2gh. ഇതാണ് ഫൈനൽ ഇക്വേഷൻ. പഠിച്ചു വയ്ക്കട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ഡിസ്ചാർജ് ത്രൂ പാർഷ്യലി സബ്മേർജ്ഡ് ഒറിഫൈസ്. പാർഷ്യലി സബ്മേർജ്ഡ് ഒറിഫൈസ് ആണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സെയിം ഒറിഫൈസിൻ്റെ ബോട്ടത്തിൽ നിന്നും ഫ്രീ സർഫസ് വരെയുള്ള ഹൈറ്റ് H2, ടോപ്പിൽ നിന്നും ഫ്രീ സർഫസ് വരെയുള്ള ഹൈറ്റ് H1 ആൻഡ് വാട്ടർ ഡിഫറൻസ് ആണ് H. H1 is height of water above the top of the orifice on the upstream side, and H2 height of the water above the bottom of the orifice on the upstream side. H is the difference in water level, B is width of orifice, and CD is the coefficient of. നമ്മുടെ പാർഷ്യലി സബ്മേർജ്ഡ് കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ലിക്വിഡ് ലെവൽ ഓൺ ദി ഡിസ്ചാർജിങ് സൈഡ് എന്ന് പറയുന്നത് ബിലോ ദ ടോപ്പ് എഡ്ജ് ഓഫ് ദി ഒറിഫൈസ് ആയിരിക്കും. ഡിസ്ചാർജിങ് സൈഡിലെ ലിക്വിഡ് ലെവൽ എന്ന് പറയുന്നത് ടോപ്പ് എഡ്ജ്, ഒറിഫൈസിൻ്റെ ടോപ്പ് എഡ്ജിന് ബിലോ ആയിട്ടായിരിക്കും നിൽക്കുക. ഈ ഫിഗർ നോക്കുക. ഇവിടെ നമ്മുടെ ഡിസ്ചാർജിങ് സൈഡ് എന്ന് പറയുന്നത് ഒറിഫൈസിൻ്റെ ടോപ്പ് എഡ്ജിന് ബിലോ ആയിട്ടാണ് നിൽക്കുന്നത്. ബട്ട് ബോട്ടം എഡ്ജ് എന്ന് പറയുന്നത് ബോട്ടം എഡ്ജിൻ്റെ മുകളിലായിട്ടും ടോപ്പ് എഡ്ജിൻ്റെ താഴെയായിട്ടുമാണ് ഡിസ്ചാർജിങ് സൈഡിലെ ലിക്വിഡ് ലെവൽ നിൽക്കുന്നത്. ഡിസ്ചാർജിങ് സൈഡിലെ ലിക്വിഡ് ലെവൽ നിൽക്കുന്നത് ഒറിഫൈസിൻ്റെ ടോപ്പ് എഡ്ജിൻ്റെ ബിലോ ആയിട്ടും ബോട്ടം എഡ്ജിന് എബോവ് ആയിട്ടുമാണ്. അപ്പോൾ നമുക്ക് പാർഷ്യലി സബ്മേർജ്ഡ് കേസിനെ രണ്ട് പോർഷനായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒരു അപ്പർ പോർഷനിൽ വരുന്നത് ഫ്രീ ഡിസ്ചാർജിങ് ഒറിഫൈസിൻ്റെ കണ്ടീഷനാണ്. ഇതിൻ്റെ ലോവർ പോർഷനിൽ വരുന്നത് സബ്മേർജ്ഡ് ഒറിഫൈസിൻ്റെ ഈ കണ്ടീഷനായിരിക്കും. അപ്പോൾ നമുക്ക് ടോട്ടൽ ഡിസ്ചാർജ് ഈ ഒരു കണ്ടീഷനിൽ ഡിസ്ചാർജ് ത്രൂ പാർഷ്യലി സബ്മേർജ്ഡ് ഒറിഫൈസിൽ നമുക്ക് ടോട്ടൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഡിസ്ചാർജ് ത്രൂ ഫ്രീ ഒറിഫൈസ് പ്ലസ് സബ്മേർജ്ഡ് പോർഷൻ, ഫ്രീ ഡിസ്ചാർജിങ് ഒറിഫൈസിൻ്റെയും അതുപോലെ തന്നെ സബ്മേർജ്ഡ് പോർഷൻ്റെയും സമ്മായിട്ട് ഡിസ്ചാർജ് കണ്ടുപിടിക്കാം. ഡിസ്ചാർജ് ത്രൂ ദി സബ്മേർജ്ഡ് പോർഷൻ is equal to Q1 is equal to CD into area of submerged portion into velocity. Q1 is equal to CD into B into H2 minus H into √2gh ആണ് സബ്മേർജ്ഡ് പോർഷനിലെ ഡിസ്ചാർജ്. ഓക്കെ, ഇനി നമ്മൾ ഫ്രീ ഡിസ്ചാർജിങ് പോർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്രീ ഡിസ്ചാർജിങ് പോർഷനിൽ നമ്മളവിടെ റെക്റ്റാങ്കുലർ ഒറിഫൈസ് ആണ് കാണിക്കുന്നത്. റെക്റ്റാങ്കുലർ ഒറിഫൈസിൽ നമ്മൾ മുന്നേ ഇക്വേഷൻ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. Q is equal to 2/3 CD B into √2g into H2 raised to 3/2 minus H1/3/2. ഇവിടെ H2 H1 വാല്യൂസ് ഡിഫറെൻ്റ് ആണ് ഈ ഒരു കേസിൽ എടുത്തിട്ടുള്ള. ഓക്കെ, അപ്പോൾ ഡിസ്ചാർജ് ഇവിടുത്തെ H2 എന്ന് പറയുന്നത് നമ്മുടെ ഈ ഫിഗറിലെ H ആണ് H2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ എങ്ങനെയാവും? ഡിസ്ചാർജ് ത്രൂ ഫ്രീ പോർഷൻ Q2 is equal to 2/3 CD B into √2g into H 3/2 minus H1 into 3/2 വരും.
ടോട്ടൽ ഡിസ്ചാർജ് ക്യൂ എന്ന് പറയുന്നത് ഫ്രീ ഡിസ്ചാർജിങ് റെക്റ്റാങ്കുലർ ഒറിഫൈസിലെ ആ ഡിസ്ചാർജ് പ്ലസ് സബ്മേർജ്ഡ് പോർഷൻ്റെ ഡിസ്ചാർജ്, ദാറ്റ് ഈസ് ക്യൂ ഇസ് ഈക്വൽ ടു Q1 പ്ലസ് Q2 ആയിരിക്കും. ഒന്നുകൂടി പറയാം, പാർഷ്യലി സബ്മേർജ്ഡിൻ്റെ കേസിൽ ഇവിടുത്തെ ഈ ഒരു ഡിസ്ചാർജിങ് സൈഡിലെ വാട്ടർ ലെവൽ എന്ന് പറയുന്നത് ടോപ്പ് എഡ്ജിൻ്റെ ബിലോ ആയിട്ടും ബോട്ടം എഡ്ജിൻ്റെ എബോവ് ആയിട്ടുമാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് പാർഷ്യലി സബ്മേർജ്ഡ് ഒറിഫൈസിനെ 2 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇതിൻ്റെ അപ്പർ പോർഷൻ എന്ന് പറയുന്നത് ഒരു ഫ്രീ ഡിസ്ചാർജിങ്, കാരണം ഈ ഒരു അപ്പർ പോർഷൻ്റെ വാട്ടർ ഫ്രീ ഡിസ്ചാർജിങ് കേസ് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു കേസിലാണ് ഫ്ലോ ചെയ്യുന്നത്. ഈ ലോവർ പോർഷൻ എന്ന് പറയുന്നത് ഒരു സബ്മേർജ്ഡ് പോർഷനിലെ ഒരു സബ്മേർജ്ഡ് ഒറിഫൈസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പർ പോർഷൻ എന്ന് പറയുന്നത് ഒരു ഫ്രീ ഡിസ്ചാർജിങ് ഒറിഫൈസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്രീ ഡിസ്ചാർജിങ് ഒറിഫൈസിൻ്റെ ഡിസ്ചാർജ് പ്ലസ് സബ്മേർജ്ഡ് പോർഷൻ്റെ ഡിസ്ചാർജ് എന്ന് പറയുന്നതാണ് ഇവിടെയുള്ള ഡിസ്ചാർജ് ക്യൂ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ക്യൂ ഇസ് ഈക്വൽ ടു Q1 പ്ലസ് 2 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതിയത്. Q1 എന്ന് പറയുന്നത് നമ്മൾ എടുത്തിട്ടുള്ളത് ഈ ഒരു സബ്മേർജ്ഡ് പോർഷൻ്റെ ഡിസ്ചാർജ് പ്ലസ് ഈ ഫ്രീ സർഫസിലെ ഫ്രീ ഡിസ്ചാർജിങ്ങിൻ്റെ Q2 ആയിട്ട് എടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ദി ഡിസ്ചാർജ് ത്രൂ എ ഫുള്ളി സബ്മേർജ്ഡ് ഒറിഫൈസ് of width 2 meter of the difference of water levels on the both sides of the orifice be 50 centimeter and the height of the water from top and bottom orifice are 2.5 and 2.75 meter respectively. Take CD is equal to 0.6. അപ്പോൾ നമ്മളോട് ഫുള്ളി സബ്മേർജ്ഡ് ഒറിഫൈസിൻ്റെ കേസിൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഫിഗർ വരയ്ക്കുക. തന്നിരിക്കുന്ന മെഷർമെൻറ്റ്സ് H1 എന്ന് പറയുന്നത് ടോപ്പിലെ ഹൈറ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 2.5 ആണ് തന്നിട്ടുണ്ട്. H2 എന്ന് പറയുന്നത് 2.75 ആണ് തന്നിട്ടുണ്ട്. വാട്ടർ ലെവൽ ഡിഫറൻസ് H is equal to തന്നിട്ടുണ്ട് 50 മീറ്റർ വിച്ച് ഇസ് 0.5 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, CD വാല്യൂ തന്നിട്ടുണ്ട്. ഡയറക്റ്റ് ഫുള്ളി സബ്മേർജ്ഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ, Q is equal to CD ഇൻറ്റു B ഇൻറ്റു H2 മൈനസ് H1 √2GH. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ലാസ്റ്റ് ആൻസർ കിട്ടുന്നത് 0.9396 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്.